channel. I am Radha Shaji. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിലെ 3.2ലെ 9th സമ്മാണ് കേട്ടോ. ക്വസ്റ്റ്യനൊക്കെ സൈൻ ഇൻറ്റു -11/3 പൈ എന്നാണ്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 11 ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, 3 വെച്ചിട്ട് കട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതിനെ എന്തായിട്ട് മാറ്റണം, 2ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാറ്റുക. ആ മൾട്ടിപ്പിൾസ് ആയിട്ട് മാറ്റിയാൽ മാത്രം പോരാ, 3 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാനും പറ്റുക. ഓക്കെ, 2ൻ്റെ മൾട്ടിപ്പിൾസ് ആവണം 11, പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, 3 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യാനും സാധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഭവം നമുക്ക് പഠിക്കാനുണ്ടല്ലേ ടെക്സ്റ്റ് ബുക്കിൽ. നോക്കി, സൈൻ ഇൻറ്റു 2x പ്ലസ് 2π പ്ലസ് x ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല മറ്റൊരെണ്ണം നോക്കിയാൽ സൈൻ ഇൻറ്റു -x ഇസ് ഈക്വൽ ടു ഈ മൈനസിനെ എന്തെടുത്തു, പുറത്തേക്ക് എടുത്തു, മൈനസ് സൈൻ എക്സ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏകദേശം കിടക്കുന്നത് ആ രീതിയിലാണ് അല്ലേ, സെയിം അത് തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ നെഗറ്റീവ് സൈനെ പുറത്തെടുക്കുക. അപ്പോൾ നെഗറ്റീവ് സൈൻ ഇൻറ്റു എന്താണ് 11/3 പൈ എടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു, ഇതിനെ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കണമെന്നാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇപ്പോൾ നമുക്ക് ഇതിനെ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെടുക്കാം, ഇപ്പോൾ 10 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. +1 ചെയ്താൽ നമുക്ക് 11 കിട്ടും. പക്ഷേ ഇവിടെ 10 വന്നാൽ ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെടുത്ത് നോക്കാം, അടുത്തൊരെണ്ണം എടുത്ത് നോക്കാം അല്ലേ. 12ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 11 കിട്ടും. അതുപോലെ തന്നെ ഈ 12നെ 3 കൊണ്ട് എന്ത് ചെയ്യാനും സാധിക്കും, ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 4ഉം കിട്ടി, കണ്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിൽ വെച്ച് നമുക്ക് ആപ്റ്റായിട്ട് വന്നിട്ടുള്ള ആൾ ആരാണ്, ഇതാണ് 12 - 1 = 11 ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ വന്നിട്ടുള്ളത് 11/3 പൈ എന്നാണ്. സോ 11നെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം, 12 - 1 = 11 ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ രണ്ടായിട്ട് നമുക്ക് എഴുതാം. ഏതുപോലെ എഴുതാം, ഈ ഇക്വേഷനിൽ പറഞ്ഞത് പ്രകാരം പോലെ നമുക്കിതിനെ എഴുതാനായിട്ട് സാധിക്കും. ഈ 11/πനെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ എഴുതാൻ പോകുന്നത് നോക്കിയേ, നെഗറ്റീവ് സൈൻ ബ്രാക്കറ്റിലിട്ടിട്ട് എന്താ ഇവിടെ കൊടുക്കുക, 12π/3 മൈനസ് π/3 ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. കണ്ടോ, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയത്, 11πനെ നമ്മൾ എഴുതി 12π/3 മൈനസ് π/3 എന്ന് എഴുതി. നോക്കിയാൽ ഇതിൻ്റെ മുന്നിലൊരു 1 ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ 12ൽ നിന്ന് 1 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 11 തന്നെയല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആൻസർ മാത്രമായിട്ട് എഴുതാം. സോറി, ഇതിനെ കട്ടായി, കണ്ടോ, 3 ഇതിനെ 2ൻ്റെ മൾട്ടിപ്പിൾസായി 12 ഇതിനെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്തും കിട്ടി, 4ഉം കിട്ടി. ഇനി നമുക്ക് എന്തായിട്ട് ആൻസർ വരേണ്ടത്, നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ഇപ്പോൾ 4π മൈനസ് π/3 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആരെ മാത്രം എടുത്താൽ മതി, എന്താണ്, സൈൻ ഇൻറ്റു -π/3നെ മാത്രം. കാരണം എക്സിൽ കിടക്കുന്ന ആളെ മാത്രം എടുത്താൽ മതി, ഇതെടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി നമ്മുടെ ആൻസർ. ഇവിടെ നോക്കിയാൽ സൈനും എന്തായിട്ട് മാറി, പോസിറ്റീവായിട്ട് മാറും അല്ലേ. അപ്പോൾ ഈ സൈനും പോസിറ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ആൻസർ എന്താണ്, സൈൻ π/3 എന്നാണ്. ഈ സൈൻ π/3യുടെ വാല്യൂ എന്താ വെച്ചാൽ √3/2 ആണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ആ ടേബിൾ നിങ്ങൾ നല്ലപോലെ പഠിക്കുക, അത് വെച്ചിട്ട് ചെയ്തെടുത്തോളുക. ഓക്കെ ആണല്ലോ.